ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തയ്യാറാക്കാം. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പലഹാരമാണ് കേട്ടോ. വളരെ ഈസിയാണ് തയ്യാറാക്കാനായിട്ട്. കണ്ടല്ലോ, നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. കഴിക്കാൻ നല്ല ഈസിയാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകും എന്നൊക്കെ പറയുന്ന ഒരു പരിവാണ് കേട്ടോ. കാരണം നമുക്കിതൊന്ന് പൊളിച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. നല്ല സോഫ്റ്റ് ആണ്. കണ്ടല്ലോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. ഒരു കപ്പ് അരിപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ റെസിപ്പി തയ്യാറാക്കാം കേട്ടോ. അപ്പൊ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പൊ ഞാൻ ഈ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഒരു തേങ്ങ തിരികെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാലിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു തേങ്ങ ഫുള്ളായിട്ട് തിരികെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മിക്സിയുടെ ജാറിലിട്ട് ഇതിലേക്ക് നമുക്ക് ഒന്നാം പാലും രണ്ടാം പാലും എടുക്കണം കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ ഒരു കപ്പ് ഒന്നാം പാലും 2 കപ്പ് രണ്ടാം പാലും എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ ആദ്യത്തെ പാലെടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാം പാലും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കപ്പ് ഒന്നാം പാലും 2 കപ്പ് രണ്ടാം പാലുമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു കപ്പ് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് ആ ശർക്കര പാനി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം ശർക്കര പാനി ഒന്ന് കുറുകി എന്ന് പറയണ്ട, ജസ്റ്റ് അതൊന്ന് ഉരുകി കിട്ടിയാൽ മാത്രം മതിയേ. അപ്പൊ അതവിടെ ശർക്കര പാനി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ശർക്കര പാനിയിൽ നമ്മൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സ്റ്റെപ്പാണ് കേട്ടോ ശർക്കര പാനി അരിച്ചെടുക്കുക എന്നുള്ളത്. അതിൽ അത്യാവശ്യം കല്ല് മണ്ണും ഒക്കെ കാണും. അതുകൊണ്ട് തന്നെ എത്ര പൊടിയായിട്ടുള്ള ശർക്കര ആണെങ്കിൽ പോലും നമ്മളൊന്ന് അരിച്ചെടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പൊ അത് അരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കാനുള്ള ഒരു പാൻ എടുക്കുക. അത്യാവശ്യം നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ നമുക്കൊന്ന് വിണ്ട് വരാനൊക്കെ ഒരു എളുപ്പമായിരിക്കും കേട്ടോ. അപ്പൊ നോൺ സ്റ്റിക്ക് പാൻ എടുക്കുക. അതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കണേ. ഇടിയപ്പത്തിനൊക്കെ ഉള്ള പൊടി ഉണ്ടല്ലോ, അതാണ് വേണ്ടത് കേട്ടോ. അപ്പൊ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള രണ്ടാം പാല് 2 കപ്പ് അത് നമുക്ക് ഇതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാമേ. ഒഴിച്ചു കൊടുത്ത് ഒരു ഫോർക്കോ വിസ്കോ എന്തെങ്കിലും കൊണ്ട് നല്ലോണം അതങ്ങ് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പൊ കട്ടകളൊന്നും ഇല്ലാതെ നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാമേ. അപ്പൊ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ശർക്കര പാനി അങ്ങ് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒഴിച്ചു കൊടുത്ത് അത് നമുക്ക് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഈ സമയമൊന്നും നമ്മൾ ഫ്ലെയിം ഒന്നും ഓൺ ചെയ്തിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഇതെല്ലാം കൂടെ ഒന്ന് ആ പാനിലിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പൊ അതവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം കേട്ടോ. അപ്പൊ തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിരിക്കുന്നേ. അപ്പം എന്താ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് നല്ലോണം അങ്ങ് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പൊ ഒരു 10 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് നല്ലോണം ഒന്ന് കുറുകി വരാനായിട്ട് തുടങ്ങും കേട്ടോ. അപ്പൊ അതവിടെ ഒന്ന് കുറുകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കൈവിടാതെ അങ്ങ് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പൊ ഇല്ലെങ്കിൽ പെട്ടെന്നത് കട്ടകളായി പോവും. അതുകൊണ്ട് നമ്മൾ കൈവിടാതെ അങ്ങ് ഇളക്കി കൊടുക്കുക. തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിങ്ങനെ. ഹൈ ഫ്ലെയിമിൽ ഇട്ട് അതിന്റെ ആ ഒരു ടേസ്റ്റ് അങ്ങ് മാറിപ്പോകും കേട്ടോ. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് നല്ലോണം ഒന്ന് കുറുക്കി റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പൊ ഇത് അത്യാവശ്യം നല്ലോണം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കുറുകൽ പരുവാവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒന്നാം പാല് 1 കപ്പ് അത് നമുക്ക് ഇതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ മുഴുവനായിട്ടും ഇതേപോലെ നമുക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതും നമുക്ക് നല്ലോണം അങ്ങ് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. അതിനുശേഷം അത് വീണ്ടും ഒന്ന് ലൂസ് ആവുക. ആ സമയത്ത് നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്ത് അതൊരു 5 മിനിറ്റ് ആകുമ്പോഴത്തേക്കും അത് ഒന്ന് കുറുകാനായിട്ട് തുടങ്ങും കേട്ടോ. അപ്പൊ ആ ഒന്ന് കുറുകി പാനിൽ നിന്ന് വിട്ടു വരുന്ന ഒരു പരുവമാകുന്നത് വരെ നമ്മൾ ഇതങ്ങ് കുറുക്കി എടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അപ്പൊ എന്താ ഇത് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഒരു 5 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇതൊന്ന് കുറുകി തുടങ്ങും. ഈ പാലൊക്കെ ഒന്ന് കട്ടിയായി തുടങ്ങും കേട്ടോ. അപ്പൊ അതാ എല്ലാം നല്ലോണം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി പാനിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വരുന്ന പരുവമാവുന്നത് വരെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ ഈ ഒരു പരുവത്തിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് ചവ്വരി ഞാൻ വേവിച്ചത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ഓപ്ഷനിലാണ്. കയ്യിലുണ്ടെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ എന്തെങ്കിലും നട്ട്സ് ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാൽ മതിയേ. അപ്പൊ ഞാൻ കുറച്ച് കാഷ്യൂ നട്ട് ഇതേപോലെ രണ്ടായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിലുള്ള എന്ത് നട്ട്സ് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കാ പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നല്ലൊരു മണം കിട്ടാൻ അത് സഹായിക്കും കേട്ടോ. അപ്പൊ ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ചവ്വരിയുടേത് ഓപ്ഷനിലാണ് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് വേവിച്ചതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കുക. കയ്യിലുണ്ടെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ എന്തെങ്കിലും നട്ട്സ് ആഡ് ചെയ്താൽ മതിയേ. അതിന് നമുക്ക് ഇതെല്ലാം കൂടെ നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്ത് പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവാകുന്നതുവരെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അതേസമയം നമുക്കിതിലേക്ക് ഇത് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് വെക്കുന്ന ഏതെങ്കിലും ഒരു പാത്രം എടുക്കാം കേട്ടോ. അപ്പൊ അതിനു വേണ്ടി ഞാൻ ഇവിടെ ഒരു കേക്ക് പാനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യോ എണ്ണയോ എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് തടയി കൊടുക്കാം. അതിനകത്തേക്ക് ഞാൻ ഇവിടെ കുറച്ച് അരിപ്പൊടിയും കൂടെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്ത് അതൊന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ.
അത് അടിയിലൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഒന്നിട്ട് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ സമയം ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് പാനിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു 2 മിനിറ്റും കൂടെ നമുക്കൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലോണം ആ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പാനിലോട്ട് നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്ത് പാത്രത്തിലോട്ടങ്ങ് മാറ്റിയതിന് ശേഷം നമുക്ക് മുകളിലായിട്ട് അതിന്റെ പുറത്തായിട്ട് നമുക്ക് ജസ്റ്റ് ഒരു സ്പൂൺ എന്തെങ്കിലും കൊണ്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല ചൂടാണ് കേട്ടോ ഇപ്പം. അപ്പൊ നമ്മൾ ഇതൊന്ന് ആറാനായിട്ട് വെക്കാം. ഒന്നുകിൽ ഫ്രിഡ്ജിൽ വെച്ച് ഒരു 10 മിനിറ്റിന് ശേഷം എടുക്കാം, ഇല്ലെങ്കിൽ പുറത്ത് വെച്ചതിന് ശേഷം അത് നല്ലോണം ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ ഫ്രിഡ്ജിൽ വെച്ച് ഒരു 10 മിനിറ്റിന് ശേഷം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നല്ലോണം ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. നമുക്കിനി കത്തി കൊണ്ട് സൈഡൊക്കെ ഒന്ന് വിട്ട് കൊടുത്തതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് നമുക്കതങ്ങ് മാറ്റാമേ. അപ്പൊ ഇവിടെ ഞാൻ അതൊന്ന് തട്ടിക്കൊടുക്കുന്നുണ്ട്. കണ്ടല്ലോ, കറക്റ്റ് ആയിട്ട് തന്നെ അത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് അരിപ്പൊടി അതിന്റെ അകത്തോട്ട് നമ്മൾ ഇട്ട് കൊടുത്തതുകൊണ്ടാണ് കേട്ടോ ആ ഒരു ഇതിലിരിക്കുന്നത്. ഇനി നമുക്കതങ്ങ് തിരിച്ചിടാം കേട്ടോ. അപ്പം അടിപൊളിയായിട്ട് റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. വായിലിട്ടാൽ അലിഞ്ഞു പോകുമെന്ന് പറയുന്ന അതേപോലത്തെ പരുവാണ് കേട്ടോ. അത്രയ്ക്കും സോഫ്റ്റ് ആയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ. പിന്നെ നമ്മൾ അത്യാവശ്യം കിസ്മിസും എന്തെങ്കിലും നട്ട്സ് ഒക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. ഇടയ്ക്കൊക്കെ അതൊന്ന് കടിക്കാനായിട്ട് കിട്ടും കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കുകയും ചെയ്യാം. അപ്പൊ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ജസ്റ്റ് ഇതേപോലെ ഒന്ന് 3ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യാമേ. അപ്പം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് ഒന്ന് കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കൂ. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ്സ് ആയിട്ട് അറിയിക്കണം കേട്ടോ. അപ്പം നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം. ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ ഇത് റെഡി ആയി കിട്ടും കേട്ടോ. അപ്പം കണ്ടല്ലോ, നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. കണ്ടല്ലോ, നല്ല സോഫ്റ്റ് ആണ്. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പൊളിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പൊ മസ്റ്റ് ആയിട്ടും വീഡിയോ ഫുള്ളായിട്ട് ഒന്ന് കണ്ടതിന് ശേഷം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മുൻപോട്ട് സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പീസ് ആണ് ഇട്ടിട്ടുള്ളത്. അപ്പൊ അതെല്ലാം ഒന്ന് കയറി കണ്ട് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പം മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.